കോരിച്ചൊരിയുന്ന കർക്കിടക മഴ. നേരം എത്രയെന്നറിയുവാൻ ഒരു വഴിയുമില്ല. ഇരുൾ നിറഞ്ഞ മാനം. തിരുമുറിയാത്ത മഴ തുടങ്ങിയിട്ട് നാളുകൾ 7 കൂരയുടെ ഒരു കോണിൽ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ കുഞ്ഞമ്പൂ കൂനിക്കൂടിയിരുന്നു. അകത്ത് പെണ്ണൊരുത്തി ഈറ്റുനോവെടുത്ത് ഞെരുപിരി കൊള്ളുകയാണ്. 6 പെറ്റ് 6നെയും പോറ്റി വളർത്തിയ പാറ്റയെടുത്തി കൂടെയുണ്ടെന്നുള്ളതാണ് ആകെയുള്ള ധൈര്യം. ഇടയ്ക്ക് വീശിയടിക്കുന്ന ശീതക്കാറ്റിൽ കുഞ്ഞമ്പൂ ഒന്നുകൂടി ചുരണ്ടു. 1000 സൂചികൾ ഒരുമിച്ച് തറയ്ക്കും പോലെ തണുപ്പ്. അകത്ത് എത്ര അടക്കി പിടിച്ചിട്ടും ഉള്ളിൽ ഒതുക്കുവാനാവാത്ത വേദനയുടെ ഞരക്കങ്ങൾ. കീറപ്പായിൽ കിടന്നുള്ള അവളുടെ ഞെളിപിരികൾ ഓലവിടവിലൂടെ കുഞ്ഞമ്പൂവിന് കാണാം. അധിക നേരം അത് നോക്കിയിരിക്കുവാൻ കുഞ്ഞമ്പൂവിനായില്ല. ഇടയ്ക്കൊന്ന് പാളി നോക്കിയ ശേഷം കുഞ്ഞമ്പൂ പുറത്തേക്ക് നോക്കിയിരുന്നു. പുറത്ത് വഴിയേത്, വരമ്പേത്, പാടമേത് എന്ന് തിരിച്ചറിയുവാനാവാത്ത വിധം പരന്നൊഴുങ്ങുന്ന മലവെള്ളം. കുഞ്ഞമ്പൂ അറിയാവുന്ന ഈശ്വരന്മാരെ എല്ലാം വിളിച്ചു പ്രാർത്ഥിച്ചു. പുരയ്ക്കകത്ത് ഊട്ടുപാത്രങ്ങളിലേക്ക് ഈറ്റുവീഴുന്ന മഴത്തുള്ളികൾ താളം പിടിച്ചു. പാറ്റയെടുത്തി, കരയില്ലേ മോളെ, ദാ ഇപ്പം കഴിയും, ആണ് കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കുഞ്ഞമ്പൂവിൻ്റെ പെണ്ണിന് നൊമ്പലം കെട്ടിയത് കേട്ട് മൂവന്തി നേരത്ത് മലവെള്ളം നീന്തി വന്നതാണെന്ന് പാറ്റയെടുത്തി. എൻ്റെ അമ്മേ! പെട്ടെന്നുയർന്ന നിലവിളി കേട്ട മലവെള്ളപ്പരക്കിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു കുഞ്ഞമ്പൂ. പെട്ടെന്ന് ചാടി എണീറ്റു. ചെറ്റവാതിൽ തള്ളി തുറന്നു. ഉൾപ്പിടിച്ചിലോടെ അകത്തേക്ക് നോക്കി. പാറ്റയെടുത്തിയുടെ മുഖത്തെ ചിരി കുഞ്ഞമ്പൂവിൻ്റെ ഉള്ളു തണുപ്പിച്ചു. ഒപ്പം ഒരു കുഞ്ഞിക്കരച്ചിലും. ദൈവാനുഗ്രഹം, ഇതാ പൊന്നുമോൻ. പാറ്റയെടുത്തി കുഞ്ഞിനെ ഉയർത്തി കാണിച്ചു. കുഞ്ഞമ്പൂ പൊന്നുമകനെ കൺകുളിർക്കെ കണ്ടു. പെണ്ണിന്റെ കണ്ണീർ നനവുള്ള കവിളിൽ തലോടി. മഴയും തണുപ്പും മറന്നു. പെരുമീൻ ഉദിച്ചോ എന്ന് പുറത്തിറങ്ങി നോക്കി. മഴ തോർന്നു. ഇനി മാനം തെളിയുമെന്ന് കുഞ്ഞമ്പൂവിന് തോന്നി. നാട്ടാചാരം നടത്തണം. അതിരാവിലെ തന്നെ കുഞ്ഞമ്പൂ കൂരയിൽ നിന്നിറങ്ങി. ചിറയും ചിർക്കുനിയും പാടവും തോടും നീന്തി മനപ്പടിക്കലെത്തി. ചിറക്ക് നിമ്മൽ അമ്പും വാക്കയ്യും പൊത്തി നിന്നു. പടി തുറന്നു. വല്യമ്പ്രാന് അമ്പ് കായ്ക്കൽ കാഴ്ചവെച്ചു. കാര്യമുണർത്തിച്ചു. നന്നായി. ചിറക്കുന്നിമ്മൽ അമ്പു കെട്ടിവെച്ച കുടുമയും രുദ്രാക്ഷവും കെട്ടിയ മണിമാലയും മുറുക്കിച്ചവിപ്പിച്ച ചുണ്ടുമായി വല്യമ്പ്രാൻ തെളിഞ്ഞു. ഇനി പേരിന് പര്യങ്കം പെരുതി പായേണ്ട. കണ്ടൻ നല്ല പേരല്ലേ, ഇട്ടോളൂ. കുഞ്ഞമ്പൂവിൻ്റെ ചിറയോരത്തെ കൂരയിൽ കണ്ടൻ കളിച്ചു വളർന്നു. നല്ല ഓമനത്വമുള്ള കുഞ്ഞ്, അരയുമാർന്ന മുഖം. അച്ഛനും അമ്മയും പണി കഴിഞ്ഞ നേരങ്ങളിലെല്ലാം അവനെ താലോലിച്ചു. അവൻ്റെ കളികളും കൊഞ്ചലും ആസ്വദിച്ചു. കൂട്ടുകാർക്ക് കുഞ്ഞമ്പൂവിനോടും പെണ്ണിനോടും തെല്ല അസൂയ തോന്നി. കണ്ടൻ വളർന്നു വന്നു. അവനിൽ ഗൗരവഭാവം നിറഞ്ഞു. കളിക്കോപ്പും കൂട്ടുകെട്ടും വേണമെന്നൊന്നുമില്ല, മിണ്ടാട്ടവുമില്ല. എപ്പോഴും എന്തോ ആലോചിച്ചിങ്ങനെ ഇരിപ്പാണ്. അച്ഛനും അമ്മയും കാരണം തിരക്കി. അവനൊന്നും പറഞ്ഞില്ല. ഒരു നാൾ കണ്ടൻ അപ്പനെ വിളിച്ചു. അമ്പുവിന് സന്തോഷമായി. ഏറെ നാൾക്ക് ശേഷം പൊന്നുമോൻ മിണ്ടിപ്പറയുവാൻ വന്നിരിക്കുന്നു. കണ്ടാ പൊന്നുമോനെ? കുഞ്ഞമ്പൂ അവൻ്റെ തലയിൽ തലോടി. അപ്പാ, എയ്ത്തും പൊയ്ത്തും പഠിക്കണം എനിക്ക്, അക്കവും പക്കവും പഠിക്കണം എനിക്ക്. അമ്പു ഞെട്ടി. മകൻ്റെ വാപുത്തി. അവൻ അപ്പൻ്റെ കൈ തട്ടി മാറ്റി. കുഞ്ഞമ്പുവിനകം നീറി. മകൻ്റെ അറിവില്ലായ്മയാണെന്ന് കരുതി ക്ഷമിച്ചു. നാട്ടുമുറയനുസരിച്ച് മകൻ്റെ ആഗ്രഹം അസാധ്യമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ നോക്കി. വരുംവരായികൾ ഓർമ്മിപ്പിച്ചു. പറഞ്ഞതൊന്നും മകൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാക്കിയതില്ല. കാൽക്ക് തളയും കൈക്ക് കത്തിയുമാണ് ചിത്തുകാരൻ തീയന്. മെയ്യൂക്കനോ മതി അന്നത്തിന്, അവൻ ഉറച്ചു പറഞ്ഞു. 2 നാൾ ആരുണ്ടില്ല, ഉറങ്ങിയില്ല. മകൻ്റെ തീരുമാനത്തിൽ മാറ്റവും ഉണ്ടാവുമില്ലെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാം. പക്ഷേ നാട്ടുമുറയും നിലാഴ്ചയും മറ്റൊന്ന്. വല്യമ്പ്രാൻ അറിഞ്ഞാൽ. 3-ാം നാളെത്തി. അമ്പു വരുന്നതുവരെ എന്ന് കരുതി പുറപ്പെട്ടു. അന്തിമാഞ്ഞ നേരത്ത് കൊളച്ചേരി രാമനെഴുത്തച്ഛൻ്റെ കളത്തിലാളക്കെത്തി. ഭയപ്പോടെ അമ്പു നിന്നു. ജപം കഴിഞ്ഞ് പൂമുഖത്തെത്തിയ രാമനെഴുത്തച്ഛൻ ചൂട്ടുകറ്റിയുടെ വെളിച്ചത്തിൽ പുറത്തൊരാൾ നിൽക്കുന്നത് കണ്ടു. ആരാ? കളത്തലയ്ക്കൽ അസമയത്ത്? അദ്ദേഹം വിളിച്ചു ചോദിച്ചു. ചിറക്കുന്നിമേൽ അമ്പു ആണേ. 4 നാഴിക താണ്ടി നിലയറിഞ്ഞതെത്തിയതാണ്. അമ്പു താണു തൊഴുതു. പിന്നെ വിറച്ച് മകൻ്റെ ആഗ്രഹം അറിയിച്ചു. എന്താ കഥ? അക്ഷരം വാങ്ങുവാൻ അർഹതയില്ലാത്തവൻ്റെ അഹമ്മതി. ഉള്ളിൽ തോന്നിയെങ്കിലും എടുത്തുചാട്ടക്കാരനല്ലാത്തതുകൊണ്ട് എഴുത്തച്ഛൻ പുറത്തു പറഞ്ഞില്ല.
കുഞ്ഞമ്പു പിന്നെയും താണു തൊഴുതുകൊണ്ട് പറഞ്ഞു, കണ്ടൻ 6ഉം 4ഉം തേഞ്ഞ പൊതക്കാരനാണേ. 7 കാലികളെ അസലായി മേയ്ക്കും. അന്തിയാകുമ്പോൾ ഇവിടുത്തെ കുട്ടിയോട് ചൊല്ലണത് തെറം ചെവിയാലെ കേട്ട് പഠിച്ചോളൂ. രാമനെഴുത്തച്ഛൻ ഒട്ടൊന്ന് ആലോചിച്ചു. അതിൽ തെറ്റൊന്നുമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. താൻ ശുശ്രൂഷ നൽകുന്നൊന്നുമില്ലല്ലോ. പണിയെല്ലാം കഴിഞ്ഞ് അവൻ വെറുതെ നിൽക്കുമ്പോൾ കണ്ടൻ കുട്ടികൾ ഉരുവിടുന്നത് പുറത്തുനിന്ന് കേൾക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. കണ്ടൻ രാമനെഴുത്തച്ഛൻ്റെ വാലിക്കാരനായി. നല്ല ചുല്ലുവിളിയുള്ളവൻ, നേരും നെറിയുമുള്ളവൻ, പ്രകാശം സ്ഫുരിക്കുന്ന കണ്ണുകൾ, അധികം ആരോടും സംസാരിക്കില്ല. ഏറെ നേരവും ചിന്തയാണ്. കാലികളെ നന്നായി മേയ്ക്കും, അവയെ കുളിപ്പിക്കും. അന്ത്യാനേരം കുട്ടികൾ ചൊല്ലുന്നിടന്നിറങ്ങുമ്പോൾ കണ്ണടച്ചിരുന്ന് ശ്രദ്ധിക്കും. രാമനെഴുത്തച്ഛന് കണ്ടനെ നന്നേ ബോധിച്ചു. മകനെ പോലെ അവനോട് വാത്സല്യം തോന്നി. അവൻ്റെ ബുദ്ധിശക്തിയിൽ അത്ഭുതം തോന്നി. കുട്ടികൾ ഉരുവിട്ടുരുവിട്ട് പഠിക്കുന്ന പാഠങ്ങൾ ഒരൊറ്റത്തവണ കേൾവിയിൽ കണ്ടൻ ഹൃദ്യസ്ഥമാക്കിയിരുന്നു. അദ്ദേഹം അവനെ മനസാ ശിഷ്യനായി സ്വീകരിച്ചു. നാളുകൾ കഴിഞ്ഞു. 4 വേദവും വേദാന്തവും 6 ശാസ്ത്രവും കണ്ടൻ പഠിച്ചു. വിദ്യകൾ 68ഉം വശത്താക്കി. കലകൾ 64ലും പ്രാവീണ്യം നേടി. കണ്ടൻ ഒത്തൊരു യുവാവായി. ജ്ഞാനിയായി തീർന്ന തൻ്റെ ശിഷ്യനെ ഒരു നാൾ ഗുരു വാത്സല്യ രേഖിതത്താൽ വാരിപ്പുണർന്നു. നേരം നിറയത്ത കണ്ട, എനിക്കുള്ളതെല്ലാം നിനക്ക് തന്നു, നാളെ നീയും നാടറിയും കേമൻ. തനിക്കുള്ള അറിവെല്ലാം ശിഷ്യന് പകർന്നു കൊടുത്തു കഴിഞ്ഞു. ശിഷ്യൻ ഇനി വിഷവൈദ്യം കൂടി പഠിക്കണമെന്ന് ഗുരുവിന് തോന്നി. തനിക്കറിയാത്ത ആ വിദ്യ പഠിപ്പിക്കുന്നതിന് നാടറിയും വിഷവൈദ്യരായ ചിണ്ടൻ നമ്പ്യാരുടെ അടുക്കിലേക്ക് ശിഷ്യനെ അദ്ദേഹം ഓലയും കൊടുത്തു വിട്ടു. 1 കൊല്ലം ചിണ്ടൻ നമ്പ്യാരുടെ കൂടെ കൂടി കഴിയണം. അരുമ ശിഷ്യനെ രാമനെഴുത്തച്ഛൻ അനുഗ്രഹിച്ച് യാത്രയാക്കി. കണ്ടൻ ചിണ്ടൻ നമ്പ്യാരുടെ പ്രിയ ശിഷ്യനായി. കണ്ടൻ വളരെ വേഗം പഠിച്ചു. നാട്ടുകൂട്ടം ദൈവതുല്യനായി നമിക്കുന്ന വൈദ്യരാണ് ചിണ്ടൻ നമ്പ്യാർ. നമ്പ്യാരുടെ ചികിത്സാരീതികൾ സശ്രദ്ധം നിരീക്ഷിച്ചും മരുന്നുകൂട്ടുകൾ സ്വയം തയ്യാറാക്കിയും കണ്ടൻ പഠനവും പരീക്ഷണവും നടത്തിക്കൊണ്ടിരുന്നു. തൻ്റെ ശിഷ്യന്റെ അധ്വാനവും അർപ്പണബോധവും ഗുരുവിൽ മതിപ്പുളവാക്കി. ആണ്ടൊന്നു കഴിഞ്ഞപ്പോൾ ഗുരു കണ്ടനെ വിളിച്ചു. നിറയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. തനിക്കറിയാവുന്നതും അതിനപ്പുറവും അവനറിയാം. ഇനി മുതൽ കണ്ടനല്ല, കണ്ടൻ വൈദ്യരാണ്. ചിണ്ടൻ വൈദ്യർ ശിഷ്യനെ ആശീർവദിച്ചു. നാട്ടിലെത്തിയ കണ്ടൻ അപ്പൻ പറഞ്ഞതനുസരിച്ച് നാട്ടാചാരപ്രകാരം കുലത്തൊഴുത്തിൽ ചെയ്യണം. കള്ളുചത്ത്. കണ്ടൻ്റെ മംഗലം കഴിഞ്ഞു. സുന്ദരിയായ ഒരുവൾ. കുഞ്ഞമ്പൂവിനും പെണ്ണിനും സന്തോഷമായി. മകൻ അറിവുള്ളവനായിരിക്കുന്നു. അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞു. അവൻ്റെ മംഗലവും കഴിഞ്ഞു. ഈ നാട്ടിൽ ഇങ്ങനെയൊരു മകൻ തങ്ങൾക്കേ ഉള്ളൂ എന്നതിൽ അഭിമാനം തോന്നി. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകന്നതായി തോന്നി. ഇനി മകൻ്റെ ജീവിതം കണ്ട് സന്തോഷിക്കാം. പേരക്കിടാങ്ങൾ മുറ്റത്തേക്ക് ഓടിക്കളിക്കുന്നത് കാണുവാൻ അവർ കാത്തിരുന്നു. അന്ന് തുലാമാസത്തിലെ കറുത്തവാവായിരുന്നു. നേരം സന്ധ്യ. ചാത്തോത് തറവാട്ടിൽ കൂട്ടനിലവിളി ഉയർന്നു. ആളുകൾ 4 പാട് നിന്നും അവിടേക്ക് ഓടി. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ഒരു മലഞ്ചുമടെടുത്ത് കരുമാരത്തേക്ക് ഓടിക്കൂടി. കണ്ടവരും കേട്ടവരും കരഞ്ഞു പ്രാർത്ഥിച്ചു. 10 തേഞ്ഞ പെണ്ണാണേ, ആപത്ത് വരത്തല്ലേ. പടിപ്പുര തുണയിലത്തെ വല്യമ്പ്രാൻ മഞ്ചലിലേക്കൊന്ന് നോക്കിയതേ ഉള്ളൂ. കരിമൂർക്കൻ തീണ്ടി കരിനീലിച്ച പെണ്ണ്. 10 തികഞ്ഞ പെണ്ണ്. അടിമുടി നീല നിറം. തമ്പുരാൻ ഗരുഡമന്ത്രം ഉരുവിട്ട് തുടങ്ങി. ഞൊടിയിടയിൽ വെറ്റില കൊണ്ട് തുടച്ചു. ശകുനം പിഴച്ചിരിക്കുന്നു. തീർന്നു, ഇനി നിൽക്കണ്ട, കൊണ്ടുപോയി കുഴിച്ചിട്ടോളൂ. വല്യമ്പ്രാന്റെ വാക്കുകൾ ഇടുത്തിയ പോലെ കൂടി നിന്നവരുടെ കാതുകളിൽ പതിച്ചു. വാലിക്കാർ മഞ്ചലെടുത്തു. പതിഞ്ഞ കാൽവെപ്പുകളോടെ അവർ നടന്നു. എല്ലാവരിലും ദുഃഖം വിങ്ങി നിന്നു. പാടവും തോടും കിടന്നവർ നടന്നു. കുളക്കരയിൽ തെങ്ങിൻ മണ്ടയിലിരുന്ന് കണ്ടൻ മഞ്ചലവുമായി നീങ്ങുന്ന വാലിക്കാരോട് കാര്യമന്വേഷിച്ചു. കാര്യമറിഞ്ഞ കണ്ടൻ വൈദ്യർ പറഞ്ഞു, ഇത്തിരി നേരം ഇക്കുളത്തിലേക്ക് ഇട്ടേക്കൂ. പോളം പൊന്തിയാൽ വിളിച്ചേക്കും. കണ്ടൻ വൈദ്യരാണെന്ന് വാലിയർക്കാർക്കറിയാം. അവൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ധാരണയൊന്നുമില്ലെങ്കിലും വല്യമ്പ്രാൻ കുഴിച്ചിടുവാൻ പറഞ്ഞ ശരീരമല്ലേ, എന്തായാലും കുറച്ചു നേരം കുളത്തിലെ വെള്ളത്തിൽ താഴ്ത്താമെന്നവർ കരുതി. വാലിക്കാർ മഞ്ചല് താഴ്ത്തി. നാണിപ്പെണ്ണിൻ്റെ നീല ശരീരം അവർ ബംഗലാകുളത്തിൽ താഴ്ത്തി. കുമ്പളകൾ നേർത്താതെ പൊങ്ങുന്നത് കണ്ട് വാലിക്കാർ വിളിച്ചുകൂടി. കണ്ടൻ പൊടുന്നനെ നിറങ്ങി വന്നു. പെണ്ണിനെ കൽപ്പിടവലത്ത് കിടത്തുവാൻ പറഞ്ഞു. മേൽപ്പടർപ്പിൽ നിന്നും പച്ചിലകൾ നുള്ളിവെച്ചു. മന്ത്രചൂതി 100 കൂടം നീർജ് പോയി ചുഴുകി. കണ്ടു നിന്നറോ അത്ഭുതപ്പെട്ടു. ഉറക്കത്തിൽ നിന്ന് ആവണ്ണം നാവണി എണീറ്റു. കഥ നാട്ടിലെങ്ങും പരന്നു. 4-ാം നാൾ നാണി നല്ലൊരു മേനക്കാരടാവിനെ പെറ്റു.
കുറ്റിയേറ്റുവന്ന കരുതിയെ ചാത്തോത്തു തറവാത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തിപ്പെട്ടു. കണ്ടൻ വൈദ്യരാണ് അതിന് കാരണം. തറവാട്ടുകാരനവരുടെ കൃതജ്ഞത കാണുന്നവരിലൂടെ കണ്ടനിലെത്തി. ചാത്തോത്തുകാരനവർ തിടുക്കപ്പെട്ട് ഓടിവിട്ട് വീട് പണി കഴിപ്പിച്ചു. വെങ്ങളാകുരയിൽ വീട് പണിയുന്ന വിവരമറിഞ്ഞ് പലവരും പരസ്പരം ചോദിച്ചു, വലിയൊരു തറവാട്ട് വീടുള്ളപ്പോൾ ഇതെന്തിനാണ്? കുട്ടിയുടെ പേരിടയിൽ കല്യാണം ആഘോഷമായി നടത്തുവാൻ തീരുമാനിച്ചു. നാടൊട്ടാകെ ക്ഷണിച്ചു. കണ്ടൻ വൈദ്യർക്കും കിട്ടി ക്ഷണം. ചാത്തോത്ത് തറവാടും പരിസരവും കമനീയമായി അലങ്കരിക്കപ്പെട്ടു. പുതിയ വീട്ടിൽ വെച്ചാണ് പേരിടയിൽ ചടങ്ങ്. ക്ഷണം കിട്ടിയവരെല്ലാം വെങ്ങാട്ടുകുളത്തെ പുതിയ വീട്ടിലേക്ക് ഒഴുകിയെത്തി. നീട്ടിയ കൈകൾ നിറയെ ദക്ഷിണ വീണു. ആഘോഷം കഴിഞ്ഞ് വന്നവർ പിരിഞ്ഞു തുടങ്ങി. രാമൻ എഴുത്തച്ഛനും ചിണ്ടൻ വൈദ്യരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. തൻ്റെ ഗുരുനാഥന്മാരെ കാണുവാൻ കഴിഞ്ഞതിൽ കണ്ടൻ സന്തോഷിച്ചു. അവരെ വന്ദിച്ചു. യാത്ര പറയുവാനൊരുങ്ങിയ കണ്ടൻ വൈദ്യരെ കാരണവർ വിളിച്ചു. പുതുവീടിൻ്റെ പുത്തൻ താക്കോൽ കാൽക്കൽ വെച്ചുകൊണ്ട് പറഞ്ഞു, വൈദ്യർ ഇത് വാങ്ങണം. തകർന്നു വീണ തറവാടിന് താങ്ങായി നിന്നതിനുള്ള പ്രതിഫലമല്ല. കണ്ടൻ മടിച്ചു നിന്നു. കാരണവർ പിന്നെയും നിർബന്ധിച്ചു. നാടിൻ്റെ നന്മ കാക്കുന്നതിന് ഒരു ആരൂഢം, അങ്ങനെ കണ്ടാൽ മതി. ഗുരുക്കന്മാർ രണ്ടുപേരും രാമൻ എഴുത്തച്ഛനും ചിണ്ടൻ വൈദ്യരെ നിർബന്ധിച്ചപ്പോൾ കണ്ടൻ വൈദ്യർ അനുസരിച്ചു. താക്കോൽ വാങ്ങി. പെണ്ണുമൊത്ത് പുതുവീട്ടിൽ താമസവും തുടങ്ങി. വെങ്ങാകുളത്തെ ആ വീട് കണ്ടൻ വൈദ്യർക്കും പെണ്ണിനും നന്നേ ബോധിച്ചു. നിറഞ്ഞ പച്ചപ്പിന് നടുവിലൊരു വീട്. കൂരയിൽ കഴിഞ്ഞിരുന്നവർക്ക് അവർക്ക് ഇത്രയും വലിയൊരു വീട് തങ്ങളുടേതാണെന്ന് വിശ്വസിക്കുവാനേ കഴിഞ്ഞില്ല. അറകളും ഇടനാഴികളും കൊത്തുപണികളുമുള്ള വാതിലുകൾ, ജനാലകൾ, അറകളിൽ കട്ടിലുകൾ, ഇരിക്കാൻ ഇരിപ്പിടങ്ങൾ, വെച്ച് വിളമ്പുവാൻ പാത്രങ്ങൾ. 3 നാൾ കഴിഞ്ഞു. വെങ്ങാകുളത്തെ പുതുവീട്ടിലെ ജീവിതം സ്വപ്ന സാദൃശ്യമായി തോന്നി അവർക്ക്. 4-ാം നാൾ പാതിരാത്രിയിൽ മുറ്റത്ത് നിന്നൊരു വിളികേട്ട് കണ്ടൻ വൈദ്യർ ഞെട്ടിയുണർന്നു. തന്നെ ഇറുകെ പുണർന്നു കിടക്കുന്ന പെണ്ണിൻ്റെ കൈ എടുത്തു മാറ്റി. അവൾ മുറുക്കം ഞെട്ടി. വാതിൽ തുറന്നപ്പോൾ മുറ്റത്ത് 3 പേർ നിന്ന് വിളിക്കുന്നത് കണ്ടു. പോകുവാനൊരുങ്ങിയ കണ്ടൻ വൈദ്യരെ പെണ്ണ് തടഞ്ഞു നിർത്തി. ഇതിലെന്തോ ചതിയുണ്ട്. ഇന്നലെ ഞാൻ കണ്ട പൊട്ടക്കിനാവിൽ 3 കണ്ടു. ഇത് 3 പോലെ വേണ്ട, പോവല്ലേ. അവിടെ പെണ്ണൊരുത്തി വിഷം തീണ്ടി ജീവന്റെ നൂൽപാലത്തിൽ കിടക്കുമ്പോൾ വേണ്ടാതീനം വിചാരിക്കുന്നു. കണ്ടൻ വൈദ്യർ അവളെ തട്ടിമാറ്റി. ഉറക്കത്തിൽ നിന്നും ഉണക്കലരി വാരി മടിയിലിട്ടു. ഭസ്മക്കുട്ടയിൽ നിന്നും വലങ്കയിൽ ഒരു പിടി ഭസ്മം എടുത്തു. മൂവർക്കൊപ്പം നീങ്ങി. കണ്ടൻ തിരിഞ്ഞു നിന്നു. ഞാൻ വരുവോളം കെടാവിളക്ക് കാത്തോളും എന്ന് വിളിച്ചു പറഞ്ഞു. പാതിചാരിയ വാതിലിലൂടെ തൻ്റെ പ്രിയപ്പെട്ടവൻ വരുന്നുണ്ടോ എന്ന് നോക്കി. വിളക്ക് കെടാതെ പുലരുവോളം അവളിരുന്നു. ഒരു മാത്രം ഇറങ്ങിയപ്പോൾ അവൾ കാലൻ കോഴി നീട്ടിക്കൂവിയതും കിടാവിളക്ക് വീശിയടിച്ചൊരു കാറ്റിൽ കെട്ടതായും സ്വപ്നം കണ്ടു. കണ്ണു തുറന്നപ്പോൾ ചുറ്റും വെളിച്ചം പരന്നിരുന്നു. കിടാവിളക്ക് കെട്ടിരുന്നു. സ്വപ്നം ആപത്ത് സൂചനയെന്ന് കണ്ട അവൾ വീടിന് പുറത്തേക്കിറങ്ങി. പാടവരമ്പിലൂടെ നാട്ടുകാർ ഓടുന്നത് കണ്ടു. ആ ദിക്കിലേക്ക് അവളും ഓടി. കലങ്ങിയ കണ്ണുകളോടെ, അഴിഞ്ഞ മുടിയോടെ. ഓടിക്കൂടിയ നാട്ടുകാർ ആ കാഴ്ച കണ്ട് നടുങ്ങി. ഉടലും തലയും വേർപെട്ട് കിടക്കുന്ന കണ്ടൻ വൈദ്യർ പാതിയഴിഞ്ഞ മടിക്കുത്തിൽ നിന്നും ഉണക്കലരി ഉതിർന്നു വീണിരിക്കുന്നു. വലങ്കയിൽ ഭസ്മം ഇറകെ പിടിച്ചിരിക്കുന്നു. കണ്ണുകൾ തുറക്കാതെ, നാവ് നീട്ടാതെ ഉറങ്ങിക്കിടക്കുന്ന ശാന്തതയോടെ ആ മുഖം കാണപ്പെട്ടു. നാട്ടുകാർ സങ്കടം ഉള്ളിലൊതുക്കി. ആരാണ് ഈ ചതി ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പുറത്തു പറഞ്ഞാൽ തലപോവും. അതുകൊണ്ട് ആരുടെയും നാവനങ്ങിയില്ല. എന്നാൽ കണ്ടൻ വൈദ്യരെ മറക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല. തങ്ങളുടെ പ്രിയ വൈദ്യൻ കണ്ടന് അവർ ഒരു തെയ്യക്കോലം കൽപ്പിച്ചു. കണ്ടൻ, വിഷകണ്ഠൻ തെയ്യം. ആണ്ടുതോറും തുലാമാസം 11 ചാത്തമ്പള്ളി ചാത്തോത്തുകാവിൽ ആ കാരുണ്യമൂർത്തി ഉറഞ്ഞാടുന്നു. വിഷകണ്ഠൻ തെയ്യം.